ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ 5 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇബ്രാഹിം റൈസിയുടെയും ഒപ്പം അപകടത്തിൽ മരിച്ചവരുടെയും മരണാനന്തര ചടങ്ങുകൾ ഇന്ന് രാവിലെ 9:30-ക്ക് തബ്രീസിൽ നടക്കും. അതേസമയം അപകട കാരണം അവ്യക്തമായി തുടരുകയാണ്. രാജേന്ദ്രൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാജേന്ദ്രൻ, ഒരു പ്രകൃതി ദുരന്തം മാത്രമായി, അതായത് ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കം മൂലവും പ്രതികൂലമായ സാഹചര്യത്തിലുമാണ് ഇത്തരത്തിലൊരു അപകടമെന്നും ഇതിലൊരു ദുരൂഹതയുമില്ല എന്ന് തന്നെയാണ് ഇറാൻ വാർത്താ ഏജൻസി ഏറ്റവും ഒടുവിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി വരുന്ന ഈ അപകടം സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകൾ? എന്തെങ്കിലും ദുരൂഹതകളുള്ളതായി, ഇതിനകത്ത് എന്തെങ്കിലും അട്ടിമറിയുള്ളതായി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്രായേൽ അമേരിക്കൻ പക്ഷം ബോധപൂർവം ഒരു അട്ടിമറിയുടെ വളരെ ആസൂത്രിതമായ രീതിയിൽ നടത്തിയ ഒരു കൊലപാതകമാണ് ഇത് എന്ന രീതിയിലുള്ള ഒരു തെളിവോ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യ തെളിവുകളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ആ രീതിയിൽ സംശയിക്കാം. കാരണം യാതൊരു സംശയവും വേണ്ട, ഇബ്രാഹിം റൈസി എന്ന നേതാവ് ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ കൈക്കൊണ്ട ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം അമേരിക്കൻ നിലപാടുകളെ ശക്തമായി എതിർത്തിരുന്നു. ഈ അമേരിക്കൻ പക്ഷത്തിനെതിരെ ആ മേഖലയിൽ, ആ ഗൾഫ് മേഖലയിൽ ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു. ഇസ്രായേലിനെ സായുധമായ രീതിയിൽ നേരിടാൻ തയ്യാറായ ഒരു ഭരണാധികാരിയാണ്. ഇസ്രായേലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗാസയിൽ അതിക്രൂരമായ രീതിയിലുള്ള നരഹത്യകൾ തുടരുന്നു. ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കുക മാത്രമല്ല, ഇറാനിൽ ഇറാനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ദമാസ്കസിലെ ഇറാൻ്റെ ഒരു എംബസിക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അതേ രീതിയിൽ തന്നെ ഇബ്രാഹിം റൈസി തിരിച്ചടിച്ചു. ഇത് ശക്തമായ ഒരു താക്കീതായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും സംശയത്തിൻ്റെ കുന്തമുന ചെന്ന് എത്തുന്നത് ഇസ്രായേലിൻ്റെ നേർക്ക് തന്നെയാണ്. അതിന് ചില സാഹചര്യ തെളിവുകളുണ്ടെന്ന് തന്നെ പറയാം. തെളിവുകളെന്ന് പറയാൻ പറ്റില്ല, സാഹചര്യ അനുമാനങ്ങളെന്ന് നമുക്ക് പറയാം. ഒന്ന്, ഇറാൻ ഇത്ര കണ്ട് ശക്തിപ്പെടുന്നത് സ്വാഭാവികമായും ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാവും. ഇറാൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഇറാൻ ഇപ്പോൾ സൗദി അറേബ്യ ആയിട്ട് കൂടി വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തുന്നു. മാത്രമല്ല, ആ മേഖലയിലെ ഇസ്രായേൽ വിരുദ്ധ രാജ്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കാനുള്ളൊരു ശേഷി ഇറാനുണ്ട്. ഇറാന് ചൈനയുടെ പിന്തുണയുണ്ട്, ഇറാന് റഷ്യയുടെ പിന്തുണയുണ്ട്. ഈ പിന്തുണ വെച്ച് ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ച് ഇസ്രായേലിനെതിരെ ഒരു വിശാലമായ ഒരു ചേരി ഉണ്ടാക്കാനുള്ള ശേഷി ഇബ്രാഹിം റൈസി എന്ന നേതാവിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റൈസിയാണ് ആ മേഖലയിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. അതാണ് ഒരു അനുമാനം. മറ്റൊരു അനുമാനം എന്തെന്നാൽ, ഇസ്രായേലിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു രാജിവെക്കണം, നെതന്യാഹു പൂർണ്ണ പരാജയമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ, ഇതുവരെ ഗാസയിൽ ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ പൗരന്മാരെ അവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവരെ മോചിപ്പിക്കാനാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ യുദ്ധമെല്ലാം നടത്തിയത്. ഇപ്പോഴും ഗാസയിൽ ആയിരക്കണക്കിന് നിരപരാധികളെ കൊല്ലാനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ കുറേ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നു, അവരെ വിട്ടുതരണമെന്നാണ്. പക്ഷേ ഇതേവരെ അവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. സർവ്വദേശീയ തലത്തിൽ നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം തന്നെ സർവകലാശാലകളിൽ ഇസ്രായേൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ പ്രക്ഷോഭം നടത്തുന്നത്. അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ ആഗോള ശ്രദ്ധ തിരിച്ചുവിടണം. ഈ ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹത്തെ, ഇബ്രാഹിം റൈസിയെ കൊലപ്പെടുത്തിയേക്കാം എന്ന രീതിയിലുള്ള ചില ചിന്തകളും ഉയരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു ആധികാരികതയുമില്ല. കാരണം മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശക്തവും വളരെ സാമർഥ്യമുള്ളവരുമായ ഒരു ചാര സംഘടനയായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ മൊസാദിന് ആ ഒരു പഴയ ശേഷി ഇപ്പോൾ ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം. ഹമാസ് ഇസ്രായേലിൻ്റെ എല്ലാ ഈ പ്രതിരോധ സംവിധാനങ്ങളെയും അവരുടെ രഹസ്യ നിരീക്ഷണങ്ങളെയും എല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിനകത്ത് കടന്നു കയറുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ ബന്ദികളാക്കി കൊണ്ടുവരികയും എല്ലാം ചെയ്തത്. അതൊന്നും തിരിച്ചറിയാൻ ഈ മൊസാദിന് സാധിച്ചില്ല. അപ്പം മൊസാദിന് ഒരിക്കലും തന്നെ പണ്ട് കാലത്ത് നടത്തിയതുപോലുള്ള ഇത്തരം ഈ കൊലപാതകങ്ങൾ നടത്താനുള്ള ശേഷിയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇതൊരു അപകട മരണം തന്നെയാണ്. ആ ഹെലികോപ്റ്ററിന് സാങ്കേതികമായ തകരാറുണ്ടായിരുന്നു. ആ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറെ കാലപ്പഴക്കമുള്ളതായിരുന്നു.
79-ലാണ് ഇസ്ലാമിക് വിപ്ലവം നടക്കുന്നത് ഇറാനിൽ. അതിനു മുമ്പ് അവിടെ ഷാ ഭരണകൂടമാണ് ഭരണം നടത്തുന്നത്. ആ ഷാ ഭരണകൂടം അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു. ആ കാലത്ത് വാങ്ങിച്ച ഹെലികോപ്റ്ററാണിത്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യയെല്ലാം തന്നെ കാലപ്പഴക്കം ചെന്നതാണ്. മാത്രമല്ല അതിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ സാമഗ്രികളെല്ലാം തന്നെ വരേണ്ടത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ തദ്ദേശീയമായ ചില സാമഗ്രികൾ ഉപയോഗിച്ചാണ് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. അതൊരിക്കലും തന്നെ പിഴവറ്റതല്ല. ഇതെല്ലാമാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് പൊതുവെ ശരി രാജേന്ദ്രൻ.